കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടത്. ഇന്നിനി അവരിങ്ങോട്ട് വന്ന സമയത്ത് എടുത്തിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ബെല്ലൈക്കനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ നിങ്ങൾ എന്തായാലും ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഞാനിത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കലുണ്ട്, ഈ വീഡിയോ ഇടലില്ലേ എന്ന് കേട്ടോ. ഞാൻ വീഡിയോ ഇടായിട്ടല്ല ഗൈസ്, നിങ്ങൾക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എന്തായാലും നിങ്ങൾ ആ ഒരു ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തേ മതിയാവുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ആക്കിക്കോളൂ. നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് അങ്ങോട്ട് വരാം. ഫുഡാണല്ലോ നമ്മുടെ മെയിൻ. അപ്പോൾ ഫുഡിൽ തന്നെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഇന്നിപ്പോൾ നെയ്പ്പത്തലാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി എൻ്റെ ഹസ്ബൻഡിനായാലും എൻ്റെ ഉപ്പച്ചിക്കായാലും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ അതന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ ഈ ഒരു വീഡിയോയിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ആ ഒരു പ്രസൻസ് എന്തായാലും ഉണ്ടാവില്ല, കാരണം ആളിവിടെ നാട്ടിലില്ലാത്തൊരു ദിവസമാണ്. ഇതിലിപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ആ ചങ്ങായി ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിലും വീഡിയോയിലൊന്നും കൂടുതലായിട്ടൊന്നും എന്തായാലും കാണാൻ കിട്ടൂല, വല്ലപ്പോഴും കിട്ടിയാലായി എന്ന് മാത്രം. ആൾ മാവേലിയാണ് ഗൈസ്. ആൾക്ക് സോഷ്യൽ മീഡിയയിൽ ഇങ്ങോട്ട് വരാൻ അത്ര വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ആളാണ് കേട്ടോ. എന്നാൽ ഞാൻ നേരെ തിരിച്ച് ഓപ്പോസിറ്റാണ്. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇതാക്കി തീർക്കണം, എൻ്റെ ചാനൽ ഞാൻ എന്തെങ്കിലും ആക്കി തീർത്തിട്ടേ അടങ്ങുള്ളൂ എന്നുള്ള ഒരൊറ്റ ഭാവത്തിലാണ്. എൻ്റെ കൂടെ ഫുൾ സപ്പോർട്ടായിട്ട് നിങ്ങളും കട്ടക്ക് നിൽക്കണേ, എന്നാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കി തീർക്കാൻ പറ്റുള്ളൂ. ഇത് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയ സ്ഥിതിക്ക് നമ്മളെല്ലാവരും കൂടെ ഇരുന്നിട്ട് അതൊക്കെ അങ്ങോട്ട് കഴിക്കുകയാണേ. നമ്മൾ കറി വന്നിട്ട് കടലക്കറി ആയിരുന്നു ഉണ്ടാക്കിയിട്ടത് കേട്ടോ. ചിക്കന് നമ്മൾ ഉച്ചക്കത്തേക്ക് അങ്ങോട്ട് ആക്കാമെന്ന് വിചാരിച്ച്. എത്ര വലിയ മോഡേൺ ടേബിൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ നിലത്തിരുന്ന് കഴിക്കുമ്പോൾ കിട്ടണ ഒരു സുഖം ഉണ്ടല്ലോ, അതെവിടെയും കിട്ടൂല. അങ്ങനെ ചായ കുടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഫുഡിൻ്റെ കാര്യത്തിലോട്ട് അങ്ങോട്ട് കടന്ന്. പിന്നെ ഉണ്ടല്ലോ, നിങ്ങൾ ആരൊക്കെയാണ് ബിഗ് ബോസ് ഫാൻസ്? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഷോ ആണ് കേട്ടോ. എന്നെ പോലെ ബിഗ് ബോസ് ഭ്രാന്തികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് വന്നിട്ട് കമൻറ്റ് ചെയ്യണേ. സീസണിലെ നിങ്ങളുടെ ഫേവറേറ്റ് കോണ്ടസ്റ്റൻ്റ് ഏതാണെന്നും കൂടെ ഒന്ന് പറയാം. അനീഷ, ഷാനവാസ്, ആദില, നൂറ ഇവരൊക്കെ ആയിരുന്നു എൻ്റെ ഫേവറേറ്റ്. എന്താണെന്നറിയില്ല, ഈ ഇടയായിട്ട് എനിക്ക് ആദില, നൂറേനൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. പകരം അനുമോളെ എടുത്തിട്ടുണ്ട് കേട്ടോ. അവളെനിക്ക് ആദ്യമൊന്നും അത്ര വലിയ ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ആൾ അടിപൊളിയാണ്. എല്ലാം കൂടെ അതിനെ കയറി ആക്രമിച്ചിട്ട് എനിക്ക് തോന്നുന്നു മിക്കവാറും അവൾ എന്നെ അങ്ങോട്ട് കപ്പ് കൊണ്ടുപോകുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് പറയണം കേട്ടോ. ബൈ ദ ബൈ, നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നുണ്ട്. നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കാം. നമ്മൾ ഇന്ന് തേങ്ങാച്ചോറും ചിക്കൻ കറിയാണ് ആക്കിയെടുക്കണത്. അപ്പോൾ തേങ്ങാച്ചോറ് ഓൾറെഡി നമ്മൾ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ കറി ഇത് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. എനിക്കുണ്ടല്ലോ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്ന സാധനം ഈ തേങ്ങാച്ചോറാണ്. ഉപ്പച്ചിക്കും അങ്ങനെ തന്നെയാണ്, ആൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അനിയത്തി ഇതവിടെ മുക്കും മൂലയൊക്കെ അടിച്ച് ക്ലീൻ ആക്കുന്ന തിരക്കിലാണ്. ആളത് ഭംഗിയായിട്ട് തന്നെ ചെയ്യും. അന്നേരം നമ്മുടെ തേങ്ങാച്ചോറ് ചിക്കൻ കറി ഓൾറെഡി ആക്കാൻ വെച്ചിട്ടുണ്ടല്ലോ. ആ സമയം കൊണ്ട് തന്നെ ഇവിടെ ഒരു ക്യാബേജ് ഉണ്ടായിരുന്നു. അത് കുറേ ദിവസമായി കൊടുന്ന് വെച്ചിട്ട് ഏകദേശം ഇനിയും നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആകെ വാടി 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 ഇല്ലാണ്ടായി പോകും. നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് ഒരു സാധനം വാങ്ങി വന്നിട്ട് അത് നശിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര സങ്കടമുള്ള കാര്യമല്ലേ. അപ്പോൾ ഇന്ന് അതിനെ അങ്ങോട്ട് തീരുമാനമാക്കാമെന്ന് വിചാരിച്ച് നേരെ കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് ചോപ്പറിലോട്ട് അങ്ങോട്ട് ആക്കി കൊടുക്കുവാണ്. പിന്നെ വീഡിയോ കാണുന്നവരൊക്കെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവേണ്ടതെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മടിക്കരുത്. ബെല്ലൈക്കനൊക്കെ എനേബിൾ ചെയ്ത് നല്ല സെറ്റാക്കി കൊടുക്കണം കേട്ടോ. ഇതെൻ്റെ ഒരു റിക്വസ്റ്റാണ്. നിങ്ങളുടെ ഈ കുഞ്ഞ് സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാൻ ആരെയും നിർബന്ധിക്കണില്ല, കാരണം ഇതൊന്നും പിടിച്ചു വാങ്ങേണ്ട കാര്യമല്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. പുതിയ വീട്ടിലെത്തിയതിന് ശേഷം ഈ വ്ളോഗൊന്നും ഒന്നങ്ങോട്ട് മാറ്റി പിടിച്ചിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നേ. അതായത് നമ്മുടെ ചാലഞ്ച് വീഡിയോ പോലത്തെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. പക്ഷേ നമുക്ക് ഈ വീട് മൊത്തത്തിൽ അങ്ങോട്ട് മാനേജ് ചെയ്യുക, ഈ ബേബിനെ നോക്കുക, അതിൻ്റെ ഇടയിൽ കൂടെ എന്തോ എനിക്കതൊന്നും പോസിബിൾ ആവണില്ല. അതാണ് ഇതെന്നെ വീണ്ടും മുറുകെ പിടിച്ചുകൊണ്ട് കൊണ്ടുപോകണത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ 7 മന്ത് പ്രായമുള്ള ഐബുട്ടനെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി കോണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ എനിക്ക് പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് സജസ്റ്റ് ചെയ്യണേ. കമൻറ്റ് ബോക്സ് വഴി എന്നെ ഒന്ന് അറിയിക്കുക കേട്ടോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ നോക്കട്ടെ. എന്നെക്കൊണ്ട് പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ട്രൈ ആക്കും. പിന്നെതാ നമ്മുടെ ലഞ്ച് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്. അന്നേരം നിഷും നിഫ്രകുട്ടനും കൂടിയിട്ട് ഇവിടെ മുന്നത്തെ വീട്ടിലിരുന്നിട്ട് നല്ല കളിയാണ് കേട്ടോ.
രണ്ടാളും വിളിച്ചിട്ട് വരുന്നില്ല, നല്ല കളിയിലാണ്. ഇത് വന്നിട്ട് ബാക്കി പിന്നെ ഉച്ചൻ്റെ ശേഷം അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, ഞാനങ്ങനെ പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഈവനിങ്ങിൽ ഞാൻ അവർക്ക് അട ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ. അടൻ്റെ റെസിപ്പിയൊന്നും പിന്നെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയില്ല, കാരണം ഇതൊക്കെ എല്ലാവർക്കും അറിയണത് തന്നെയല്ലേ, പിന്നെ എന്തിനാ ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നതെന്ന് തോന്നിയിട്ടോ. നമ്മുടെ നിഫ്രകുട്ടൻ ഉണ്ടല്ലോ, ആൾ ചെറുതാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ്. എണ്ണ പൊരിച്ചതൊന്നും ഇഷ്ടമില്ല കേട്ടോ. ഇങ്ങനത്തെ ആവിക്ക് വേവിച്ചിട്ടുള്ള ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടനെ കുറിച്ചുള്ള അഭിപ്രായം പറയും. അട നല്ലൊരു അടയാണ്. അടയിലെ തേങ്ങയും പഞ്ചസാര അടിപൊളിയാണ്. തേങ്ങയും ശർക്കരയോ അടിപൊളിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. താങ്കൾ പറയും. ഒന്നും പറയാനില്ല, ഒന്നും പറയണ്ട, അടിപൊളി. രണ്ടട കൂടുതൽ തരാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ അങ്ങോട്ട് എല്ലാവരും ഫ്രീ ആയതുകൊണ്ട് തന്നെ ഐവുട്ടനെ കളിപ്പിക്കുന്ന തിരക്കിലാണ്. കൊച്ചിനേറ്റും അനിയത്തിനേറ്റൊക്കെ കൂടുതൽ ക്ലോസ് ആയതുകൊണ്ടാവാം ഐവുട്ടൻ ഇതാ അവർ പോവാന്നൊക്കെ പറഞ്ഞ് കളിപ്പിക്കുമ്പോൾ ഭയങ്കര കരച്ചിലാണ് കേട്ടോ. കാര്യമായിട്ടൊന്നും അങ്ങോട്ട് ഇല്ലാത്ത ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്.